ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഒരു വേൾഡിലാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇട്ട ഒരു വീഡിയോയിൽ ഒരു വേൾഡിൽ കയറില്ലേ, ആ വേൾഡിൻ്റെ 2.0 വേൾഡിലാണ്. കാരണം മറ്റേ വേൾഡ് ഒരു ഇതിൽ പോയി അതുകൊണ്ട് നമ്മളിപ്പോൾ വേറൊരു വേൾഡ് തുടങ്ങിയൊക്കെയാണ്. ആ ഒരു വേൾഡാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് എല്ലാവരും ആ ചാനലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തേക്ക്. ഇരിക്കല്ലേ, ഒന്ന് ഞെക്കിയാൽ പോരെ. നമുക്കെന്തായാലും എല്ലാവരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യ്. നമുക്കിനി റോഡ് ടു 150 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ, കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വന്നേക്കണത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്തായാലും ഗൈസ്, ഇതാണ് നമ്മുടെ ആ ഒരു ലോഗോ. നമ്മൾ മറ്റേ വേൾഡിലൊക്കെ സെറ്റ് ചെയ്യണതിന് മുമ്പ് തന്നെ പോയി. അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ ഒരു സെറ്റപ്പിന് വേണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ മുന്നേ ഹെൽത്ത് പോയി. അപ്പോൾ എന്തായാലും നമുക്കിത് ഈ ഒരു നമ്മുടെ ഇതാണ് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്. ഞങ്ങൾ മൾട്ടിപ്ലെയർ മൾട്ടിപ്ലെയർ വീഡിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി, നമുക്ക് കളിക്കാം, സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതാണ് സിസ്റ്ററിൻ്റെ വീട്. കാര്യങ്ങൾ റൂമിൽ മുകളിലും വേറെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. വേണ്ടത് ഇവിടെ മുകളിൽ വേറൊരു റൂം സെറ്റല്ലേ, നൈസല്ലേ. എന്തായാലും നമുക്ക് ഇനി പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഇതെന്താ ഇത് മറ്റേ അലമാരയാണെന്ന് തോന്നുന്നു ഗൈസ്. അതന്നെ, എന്താണ് ഇങ്ങനെയൊക്കെ കിടന്നത് എൻ്റെ മുന്നേ 6 സ്റ്റാൻഡ് സെറ്റ് ചെയ്തേക്കണൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ ഇനി ഇത്രയൊക്കെ ഉള്ളൂ. എന്നൊക്കെ എന്തായാലും പോകാമെന്ന് വെച്ചാൽ ഇത് വേറൊരു റൂം. പിന്നെ നമുക്ക് പോകാമല്ലേ, എന്നാൽ എന്തായാലും പോകാം. അയ്യോ അല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യമുണ്ട്. ഇത് മുകളിലേക്ക് നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ വേറൊരു സംഭവമുണ്ട്. ഇവിടെ തൂണുകളുടെ മുകളിൽ എന്താണെന്ന് സർപ്രൈസാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് അവളുടെ അവൾക്കൊരു സന്തോഷത്തിന് വേണ്ടി ഒരു ഹോം തിയേറ്റർ അവൾ തന്നെ പണിതതാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി ഹോം തിയേറ്ററല്ലേ. അപ്പോൾ എന്തായാലും മുകളിലേക്കുള്ള വഴി എന്തോന്നാ, അയ്യോ ഇങ്ങോട്ടേക്കായിരുന്നു എന്നൊരു സംശയം. അയ്യോ മുകളിലേക്കുള്ള വഴി എവിടെ ചെയ്യുന്നതായി? ഇവിടെ അല്ല, അപ്പുറത്തെ സൈഡിലാണ്. ഓർക്കുണ്ട് നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ അവിടെ ലാഡറില്ല, അവിടെ നിന്നാണ് മുകളിലേക്ക്. ശരിയാണ് തേനാ. എന്തായാലും മുകളിലേക്ക് പോകാം. മുകളിലേക്ക് ഇവിടെ കയറി പെട്ടെന്ന് ഇവിടെയാണ്. ഇതുവഴി മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സ്വിമ്മിങ് പൂൾ. ഇതാണ് ഗൈസ് അവളുടെ വീട്ടിലെ സ്വിമ്മിങ് പൂൾ. എൻ്റെ വീട്ടിലുണ്ട്. അതൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അമ്മയെ വീണ്ടും പോയി. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇവിടെ നിന്ന് തന്നെ വേറെ വഴിയൊക്കെ ഉണ്ട് ഗൈസ്. ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങാം. ഇത് കണ്ട, ഇവിടെ നിന്ന് നേരെ ഒരു വഴിയുണ്ട്. ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തേക്കാണ് ഗൈസ്. അത് അടിപൊളിയായിട്ടുണ്ടല്ലേ. എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ വരാം. ഇതാണ് എൻ്റെ വീട്. വീട്ടിൽ ചെറിയ വാട്ടർഫോളൊക്കെ ഉണ്ട്, ഫൗണ്ടെയിൻ എന്നൊക്കെ പോലെ പറയുകയാണെങ്കിൽ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കിവിടെ ഇതാണ് എൻ്റെ അടുക്കള ഇൻ പ്രോഗ്രസ് ആണ് ഗൈസ്. അതാണ്. നമുക്ക് എന്തായാലും ഇനി വീണ്ടും മുകളിലേക്ക് ഇങ്ങനെ നമുക്ക് കയറി പോകുമ്പോൾ ഇവിടെ എൻ്റെ ഒരു കൊച്ചു ടിവിയും പിന്നെ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് പോകാം. വീഴല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമ്മുടെ ജനൽ ഇതൊക്കെ ഉണ്ട്, സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോണതിന് മുമ്പ് നമുക്ക് ഇത് കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മുടെ വഴി ഇതൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറാം. നമുക്ക് ഇങ്ങനെ കയറുമ്പോൾ മുകളിലെത്തി. ഇതെന്താണെന്ന് അറിയാം, നമ്മളെ കണക്ട് ചെയ്ത സ്ഥലത്തുള്ള അതിൻ്റെ മുകളിൽ വെള്ളം നിറച്ചിട്ടാണ് ഗൈസ്. നമുക്ക് തന്നെ റൂമിലേക്കൊക്കെ പോകാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു റൂമിൽ കയറാം. ഇവിടെ നമ്മൾ 2 റൂമാണ് ഉള്ളത്. ഇതൊരു റൂമാണ്, ഇതാണ് അതിനകത്തെ ബാത്റൂം. പിന്നെ ഇതാണ് നമ്മുടെ ബാൽക്കണിയിലേക്കൊന്നും പിന്നെ നമുക്ക് വലിയ കാര്യമായിട്ട് പോകണ്ട, നമുക്ക് തിരിച്ച് പോകാം ഗൈസ്. ഇനി നമുക്ക് എൻ്റെ കിടക്കണ റൂമിൽ പോകാം. റീസ്പോൺ പോയിൻ്റൊക്കെ സെറ്റല്ലേ, നമുക്ക് നോക്കിയേക്കാം, സെറ്റാണ്. അപ്പം ഇനി ഇവിടെ വരുമ്പോൾ കണ്ണിന് ഞങ്ങളുടെ ഹോട്ടലൊക്കെ സെറ്റല്ലേ. അപ്പോൾ എന്തായാലും അതും ചെറുതായിട്ട് ഇൻ പ്രോഗ്രസ്സിൽ തന്നെയാണ്. അതിൻ്റെയൊക്കെ നമുക്ക് വീഡിയോ ഇടാം. എന്തായാലും നമുക്കിനി ഇവിടുന്ന് സ്വിമ്മിങ് പൂൾ ഇവിടെയാണ് നമ്മൾ മറ്റേ സ്വിമ്മിങ് പൂളിലേക്ക് വരേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പടന്ന് ഇറങ്ങിയാൽ കയറാം. നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ട് നമ്മുടെ വീണ്ടും ഒരു സ്വിമ്മിങ് പൂൾ സെറ്റപ്പിൽ പണിതിട്ടുണ്ട്. ഇത് അവിടുത്തെ പോലെ തന്നെ ഇവിടെയും പണിത്, അത്രേ ഉള്ളൂ. ഇവിടെ പിന്നെ നമുക്കിത് ഇവിടെ എന്താ പറയുക, റെസ്റ്റ് എടുക്കാനുള്ള ഏരിയയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വരുമ്പോൾ അതേപ്പുറത്ത് അവളുടെ സ്വിമ്മിങ് പൂൾ, പിന്നെ ഇവിടെ നമുക്കൊരു ഷവർ ഏരിയയൊക്കെ തന്നെ. ഇവിടെ ഇത്രയൊക്കെ ഉള്ള എന്തായാലും നമുക്ക് പോകാം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചാടി അങ്ങോട്ട് പോകാം. ചവലായിരിക്കും, ചാടി വെക്കാം. ഓക്കെ, 4 ഹെൽത്ത്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ടൈപ്പ്. ഇതിൻ്റെയൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലായിട്ട് ഇടാം. ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ നേരെ പോകുന്നത് ദൂരെ കാണുന്ന അതാണ് എൻ്റെ കിണർ കേട്ടാ. ഫസ്റ്റ് ഓഫ് ഓൾ കിണറിൽ കയറി ഞാൻ ഒന്ന് കാണിച്ചാൽ. എന്തായാലും കണ്ടില്ലേ, നല്ല ആഴമുള്ള കിണറാണ്. ഇങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ, സെറ്റപ്പായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിണറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് ഞാൻ കാണിച്ചു തരാം. പോടാ. അപ്പോൾ എന്തായാലും ചെറുതായിട്ടൊരു ലാഗ് ഉണ്ടോയെന്നൊരു സംശയം.
എന്താണെന്ന് പറഞ്ഞിട്ടാ ഗൈസ്, ലാഗ് ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അയ്യോ എന്നാ ഞങ്ങത്ത ഓക്കെ പോകാം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ എൻ്റെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. കുറച്ചൊക്കെ വർക്കായിട്ടുള്ളൂ. നമ്മൾ മതിലൊക്കെ കെട്ടിയിട്ട് ഇനി നമുക്ക് മതിലൊക്കെ ഇടിച്ച് കളയാം. എന്നിട്ട് വീണ്ടും പണിയണം. കണ്ട അവിടെ ചെറിയായിട്ട് സെറ്റ് ചെയ്യാനുള്ളൂ. ഇതൊക്കെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനല്ല, റൈഡാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് ചെയ്തിട്ട് അമ്യൂസ്മെൻറ്റ് പാർക്ക് എക്സ്പ്ലോർ എന്നൊക്കെ പറഞ്ഞ് നോക്കിയിടാം ഗൈസ്. എന്തായാലും ഇപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ വീഡിയോ വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം പതുക്കെ ഇടാം. ഞാൻ ഇനി ഫുൾ ടൈം ഫ്രീ ആണ് ഗൈസ്, ആരും പേടിക്കേണ്ട. നമുക്ക് എന്തായാലും ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഇടാം. ഇങ്ങനെയൊക്കെ നിങ്ങളിങ്ങനെ ആർക്കാ പേടി നിൽക്കുക. നമുക്ക് അവിടെ ഒരു ട്രീ ഹൗസ് കാണാൻ പറ്റണ്ട. 2 വീടുണ്ട് അവിടെ. അതൊക്കെ ഞാനിങ്ങനെ വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. മൈ ട്രീ ഹൗസ് ടൂർ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ഇവിടെ വേറെ നമുക്ക് ഇനി നോക്കാമെന്ന് പറയാനായിട്ട് ഇവിടെ നമ്മുടെ അമ്മേ ഇപ്പോൾ വീണേനെ എന്തായാലും പോകാം. ഇനി നമുക്കിവിടെ ഞാനൊരു പാർക്കോർ ഏരിയ എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതുവരെയായിട്ടൊന്നും ശരിയായിട്ടില്ല. ജമ്പ ചെടിയൊക്കെ അമ്മേ ഉയ്യോ അര ഹെൽത്താ. ശരി അര ഹെൽത്ത് ഗൈസ് അളിയ. ഓക്കെ നമുക്ക് മുകളിലേക്ക് കയറുക. ഇനി ആ മുകളിലേക്ക് എങ്ങനെ കയറും? ഞങ്ങൾക്ക് ചുറ്റി പോകേണ്ടി വരും ഗൈസ്. അതാണ് നമ്മുടെ പാലം. ഈ ഒരു പാലം അമ്മേ ഹെൽത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ഓക്കെ പതുക്കെ പോകാം. ഇവിടെ ഇതാണ് നമ്മുടെ പാലമൊക്കെ ഇതാക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേറെ എവിടേക്കാണ്, ഇതൊക്കെ നമ്മുടെ തന്നെ ഏരിയ ആണ്. കാര്യം നമ്മുടെ റെയിൽവേയുടെ തന്നെ ബാക്കിയാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ വേറെ ആയിട്ടിടാം. റെയിൽവേ അല്ല, നമ്മുടെ റൈഡിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഇതാണ്. നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ തൂണ് ഇതൊക്കെയാണ് ഇവിടെ. എന്തായാലും നമുക്ക് ഇതുവഴി നടത്തുന്നുണ്ട്. പിന്നെ നമുക്കിനി കാണിക്കാനുള്ള വേറൊരു ഐറ്റം ഈ കാണുന്ന നമ്മുടെ സ്വന്തം ടവറാണ് ഗൈസ്. കണ്ടില്ലേ ടവർ? മേഘമൊക്കെ ഇതായി കിടക്കുന്നുണ്ട്. അത് അകത്തുനിന്ന് നമുക്ക് ആ മേഘം കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ടവർ. ഇതിനകത്തേക്ക് കയറാനുള്ള വഴി ഞാൻ തന്നെ മറന്നു. ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് എന്തൊക്കെയാണ് നടക്ക് ലാഗ് ഉണ്ട് ഗൈസ് ചെറുതായിട്ട്. എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ലാഗ്. മുകളിലേക്ക് നോക്കുമ്പോൾ കണ്ട ദൂരത്ത് മേഘം. അങ്ങനെ മേഘമൊക്കെ കണ്ട് ഇനി നമുക്ക് എന്തായാലും തിരിച്ചു പോകാം. ഇനി നമുക്ക് കാണിച്ചു തരാനുള്ളത് ഇതേ ഇവിടെ നമ്മുടെ എന്താ പറയുക, അവിടെ നമുക്കൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ കാണിച്ചു തരാം. നമുക്ക് അവിടെ കണ്ടേ നമ്മുടെ ഒരു ഇതൊക്കെ അക്കോറിയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് എന്തായാലും ആദ്യം തന്നെ നമ്മുടെ ആ ഒരു തുണിക്കടേൻ്റെ അങ്ങോട്ടേക്ക് ആ ഒരു തുണിക്കടയൊക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ നമ്മുടെ സിസ്റ്റർ പണിതതാണ്. മെൻഷൻ സിസ്റ്റർ. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇത് നമ്മുടെ റെയിൽവേയുടെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ സെറ്റല്ലേ? ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വരുന്നുണ്ട്. അതൊക്കെ ഒരു ഷോർട്സ് ആയിട്ട് ഇടാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കണം. തികയോ എന്തോ ഷോർട്സ് ആയിട്ട് 60 മിനിറ്റുള്ള വീഡിയോ. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അയ്യോ വീണ് കയറാൻ പറ്റുള്ളല്ലോ. എന്തരടേ കയറി. അയ്യോ എൻ്റെ പൊന്നെ. അപ്പോൾ ഇതൊരു ക്ലോത്ത് സ്റ്റോർ എന്നാണ് അവൾ പറയണത്. എനിക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെയാണെന്ന്. പിന്നെ ഇവിടെ ഗൈസ് നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. ഫ്ലാറ്റിലേക്ക് നമ്മളിവിടെ ഒരു സ്റ്റേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കുണ്ട് സ്റ്റേഷൻ. അത് ഞാൻ കാണിച്ചു തരാൻ മറന്നു. ഞാനൊരു ഇങ്ങനെ പാലം പോലെ ഇങ്ങനെ അവിടെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ ഇറങ്ങി അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക്. ട്രാക്കിൻ്റെ മുകളിൽ കൂടി സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് ഞാൻ സെറ്റ് ചെയ്തേക്കണം അവിടെയാണ്. പിന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ പെറ്റ്സാണ് ഗൈസ്. ഇത് ഫുൾ എൻ്റെ തന്നെയാണ്. ഇനി പിന്നെ നമ്മൾ ഈ കാണുന്നത് ഒരു അക്വേറിയം ഹൗസ് എന്ന് പറയാം. എൻ്റെ പൊന്നേ ഒരു ഇതിൽ ചെയ്തതാണ് ഗൈസ്. ഇതാണ് നമ്മുടെ അക്വേറിയം സെറ്റപ്പ്. നമുക്ക് പിന്നെ നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോകാം. ഫ്ലാറ്റിലേക്ക് കയറി ഇങ്ങനെ പടികൾ ചവിട്ടി ഫ്ലാറ്റിലേക്ക് സെറ്റപ്പൊക്കെ വഴി നമ്മളവിടെ കണ്ടല്ലോ. അതുവഴി ഇങ്ങോട്ടേക്കും വഴി സെറ്റ് ചെയ്തിട്ടില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഫ്ലാറ്റിലേക്ക് പോകാം. ഇതാണ് ഫ്ലാറ്റ്.